എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ചരിത്രം വിചിത്രത്തിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ 200 വർഷത്തെ ഇരുണ്ട ഭരണത്തിന് ശേഷം ഇന്ത്യ വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങിയിട്ട് ഇന്ന് 200 വർഷങ്ങൾ പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ രസകരമായ സംഭവം നമുക്ക് പരിശോധിക്കാം. ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 2-3 സ്ഥലങ്ങളുടെ പേരുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെ, നമ്മൾ പഠിക്കേണ്ട സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, വണ്ടൂർ, നിലമ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ്. മഞ്ചേരി മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗമാണ്. കോഴിക്കോട് കടപ്പുറത്ത് നിന്നും ഏറെക്കുറെ 60ഓളം കിലോമീറ്ററുകൾ കിഴക്കോട്ട് മാറിയിട്ടാണ് മഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ വണ്ടൂർ, നിലമ്പൂർ തുടങ്ങിയ പ്രദേശങ്ങൾ 60-ന് മുകളിൽ കിലോമീറ്ററുകൾ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ടാണ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കടപ്പുറത്ത് നിന്നും 60-70 കിലോമീറ്ററുകൾ ദൂരെയുള്ള ഈ സ്ഥലങ്ങളിൽ ബീച്ച് ഉണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. കടപ്പുറത്ത് നിന്ന് 60-70 കിലോമീറ്ററുകൾ ദൂരെ സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിൽ ബീച്ചുണ്ടോ, വണ്ടൂരിൽ ബീച്ചുണ്ടോ? ഇതാണ് ചോദ്യം. ബീച്ച് ഉണ്ട് എന്നുള്ളതാണ് ഉത്തരം. എങ്ങനെ അവിടെ ബീച്ചുണ്ടായി, എന്താണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. വർഷം 1921. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ കൊടുമ്പിരി കൊണ്ട സമയം. മലബാറിലെ ഏറനാട്, വള്ളുവനാട് തുടങ്ങിയ താലൂക്കുകളിൽ സമരം ശക്തിയായി മുന്നോട്ട് പോകുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നിരന്തര സമരങ്ങൾ ഇവർക്ക് തലവേദന സൃഷ്ടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ മാപ്പിള ഔട്ട്റേജസ് ആക്ട് പുറത്തിറക്കി. ഈ നിയമപ്രകാരം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന മലബാറിലെ ജനങ്ങളെ പിടിക്കാനും വിചാരണ കൂടാതെ തന്നെ ആൻഡമാനിലേക്ക് നാട് കടത്താനും അവിടെ തടവിൽ പാർപ്പിക്കാനും ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അങ്ങനെ ധാരാളം ജനങ്ങൾ, മലബാറിൽ നിന്നുള്ള നിരവധി പേർ, ഹിന്ദുക്കളില്ല, മുസ്ലിങ്ങളില്ല, ഇങ്ങനെ ഒരു ജാതി വ്യത്യാസമില്ലാതെ ധാരാളം ജനങ്ങളെ ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് തടവിലാക്കി താമസിപ്പിക്കുകയും ചെയ്തു. വർഷങ്ങളോളം ഈ സമര പോരാളികളെ അവിടെ തടവിൽ പാർപ്പിച്ചു. അങ്ങനെ 10-20 വർഷങ്ങൾക്ക് ശേഷം സമര പോരാളികൾ ജയിൽ മോചിതരായി. അങ്ങനെ ജയിൽ മോചിതരായ തടവുകാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തന്നെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. അവർ ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് അവരുടെ പഴയ നാടായ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിന്റെയും മഞ്ചേരിയുടെയും എല്ലാം പേര് നൽകി. അങ്ങനെ ആൻഡമാനിലും മഞ്ചേരി, വണ്ടൂർ, പാണ്ടിക്കാട്, നിലമ്പൂർ അങ്ങനെ വിവിധ സ്ഥലപ്പേരുകൾ ഉണ്ടായി. പല ബീച്ചുകൾക്കും അവർ വണ്ടൂർ ബീച്ച്, പാണ്ടിക്കാട് ബീച്ച്, മഞ്ചേരി ബീച്ച്, അങ്ങനെ മലബാറിലെ വിവിധ സ്ഥലങ്ങളുടെ പേരുകൾ അവർ കൊടുത്തു. അങ്ങനെ മലബാറിലെ പ്രമുഖ സ്ഥലങ്ങളായിട്ടുള്ള മണ്ടൂർ, മഞ്ചേരി, പാണ്ടിക്കാട് തുടങ്ങിയ സ്ഥലപ്പേരുകൾ അവർ ആൻഡമാൻ നിക്കോബാറിൽ നൽകി. അങ്ങനെയാണ് വണ്ടൂർ ബീച്ച് ഉണ്ടായത്. അങ്ങനെയാണ് പാണ്ടിക്കാട് ബീച്ച് ഉണ്ടായത്. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. സ്വതന്ത്ര സമരവുമായി അത്രയും അധികം അടുത്തു നിൽക്കുന്ന ചരിത്രമാണ് ഇതിലുള്ളത്. മലബാറിലെ ധീര സമര പോരാളികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ ഫലമായിട്ടാണ് മഞ്ചേരി ബീച്ചും വണ്ടൂർ ബീച്ചുമെല്ലാം ആൻഡമാൻ നിക്കോബാർ ഉണ്ടായത് എന്നുള്ളത് കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ താളിയോലകളിൽ മറഞ്ഞു കിടക്കുന്ന പുതിയ വിഷയമോ അടുത്ത ചരിത്ര ചിത്രത്തിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.